പ്രിയരെ നമസ്കാരം. ഇതൊരു സ്പെഷ്യൽ വീഡിയോയാണ്. നാൽവർ സംഘത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരമ്മ, അതാണ് ട്രീസ. അപ്പോൾ ഇന്ന് ട്രീസയും നാൽവർ സംഘവും ചേർന്നിട്ടുള്ളൊരു വീഡിയോയാണ്. ഉറങ്ങില്ല, കഷ്ടപ്പെടുത്തും രാത്രിക്ക്. പാല് വേണം രാത്രിക്ക്. എൻ്റെ പേര് ട്രീസ, ഹസ്ബൻഡ് പേര് വൈശാഖ്. എനിക്ക് ഒരേ പ്രായത്തിൽ 4 ആൺകുട്ടികളാണുള്ളത്, ഒറ്റ പ്രസവത്തിലുള്ളത്. അച്ഛൻ സൗദിയിലാണ്. ഞങ്ങൾക്ക് 6 വർഷം കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ സൗദിയിലായിരുന്നപ്പോഴാണ് അറിഞ്ഞത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. ട്വിൻസ് ആണെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഓരോ സ്കാനിങ്ങിലാണ് ഓരോരുത്തർ ട്രിപ്ലെറ്റ്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ ആ സമയത്ത് ഞാൻ വർക്കിംഗ് ആണ്. ഞങ്ങൾ രണ്ടുപേരും നഴ്സുമാരാണ് അവിടുത്തെ. നാട്ടിലോട്ട് വരാൻ പ്ലാൻ ചെയ്തുകൊണ്ട് ഒന്നുകൂടെ ഒരു സ്കാൻ ചെയ്തപ്പോഴാണ് പറഞ്ഞത് ട്രിപ്ലെറ്റ്സ് അല്ല, ക്വാഡ്രിപ്ലെറ്റ്സ് ആണെന്നുള്ളത്. അപ്പോൾ സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ അതിലുപരി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കൊറോണ ടൈമാണ്, 2020-ലാണ്. എൻ്റെ ഹസ്ബൻഡ് വേറെ ഒരു സ്ഥലത്താണ്, ഞാൻ വേറെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് ടൈം ആയപ്പോഴാണ് 25 days ലീവ് എടുത്ത് വന്നത്, ഡെലിവറി ടൈം. നഴ്സറി കൊണ്ട് വയ്ക്കുന്നതിനെക്കാട്ടും നല്ല മാക്സിമം നമുക്ക് അവിടെ തന്നെ. പിന്നെ അവിടെ കൊറോണ ടൈം ആയതുകൊണ്ട് ഗർഭിണികൾക്ക് കുറച്ചുകൂടെ പരിഗണന കൊടുത്ത് നമുക്ക് ലീവൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ആലോചിച്ച് വെക്കില്ല, 4 പേരെ ഇങ്ങനെ നോക്കണം. 2 അമ്മമാരുണ്ട്. കൊറോണ ഭയങ്കര രൂക്ഷമായിട്ട് വിസ പ്രോസസിങ് ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. പെയിൻ വന്നു, അങ്ങനെ എമർജൻസി സിസേറിയന് കെട്ടി. അപ്പം ഞാൻ 3 പേര് ബോയ്സ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. 4ാമത്തെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു ഗേൾ ആയിരിക്കുമെന്ന്. ഇവൻ ഞങ്ങളൊരു പിങ്ക് ഡ്രസ്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് 4ാമത്തെ ആളെ ഡോക്ടേഴ്സ് ഇങ്ങനെ പറയും, ഓരോരുത്തരും എടുക്കുമ്പോൾ പറയും ഫസ്റ്റ് ബോയ്, അതെ, സെക്കൻഡ് ബോയ്, തേർഡ് ബോയ്, അങ്ങനെ 4th ബോയ് ആയിരുന്നപ്പോൾ എനിക്ക് കേൾക്കാം അവർ പറയുന്നതൊക്കെ. ശ്വാസം മുട്ടൽ എനിക്ക് തുടങ്ങി. ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ICUവിൽ കയറ്റി വെന്റിലേറ്ററിലാക്കണം. മൊത്തം ലങ്സ് പോയി കിടക്കുവാണ്. അതായത് കൊറോണ കോംപ്ലിക്കേറ്റഡായി ഫുൾ ലങ്സ് പോയി. അങ്ങനെ എക്മോ ഒക്കെ ഇട്ടാൽ പാടാണ് അതൊക്കെ. ഇപ്പോൾ നോൺ സൗദി ആയിട്ടുള്ള എനിക്ക് അത്രയും പരിഗണനയൊക്കെ തന്നു. അത് എല്ലാം ഈ മക്കളുടെ ഒരു ഇതുള്ളതുകൊണ്ട്, 4 മക്കളുടെ അമ്മ തിരിച്ചു വരണമെന്നുള്ള ഇതുകൊണ്ടിട്ട് അവർ ഭയങ്കര കെയറിങ്ങും. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ആ സമയത്ത് ഞാനും ഇല്ല, ഹസ്ബൻഡും ഇല്ല, ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലോട്ട്. അപ്പോൾ ഈ മക്കളെ 4 പേര് നോക്കിയത് എൻ്റെ ഫ്രണ്ട്സാണ്. 12 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണ് തുറന്നു. കറക്റ്റ് 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മക്കളെ കാണുന്നത്. സ്കൂൾ തുറന്നു, പ്ലേ സ്കൂളാണ് അല്ലെ? 4 പേര് രാവിലത്തെ ഓട്ടമാണ്, എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇവര് രാത്രി തന്നെ പറഞ്ഞു വെക്കും, രാവിലെ നേരത്തെ എണീക്കണം, നമ്മൾ സ്കൂളിൽ പോകണം, കളിക്കണം, അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കും. എന്നാലും രാവിലെ ആകുമ്പോഴത്തേക്കും ഒരു കരച്ചിലാണ്. സ്കൂൾ ബസ്സിൽ പോയാൽ ഭയങ്കര ഇഷ്ടം. ആദ്യത്തെ ആഴ്ച ഞങ്ങൾ കൊണ്ടേ വിടുമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച അത്ര ബുദ്ധിമുട്ട് അവര് ഇതുവരെ തന്നിട്ടില്ല. ഇനി എങ്ങനെയൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെ ചോദിക്കുവായിരുന്നേ, ഉറക്കുന്നതൊക്കെ എങ്ങനെയാണ്? അപ്പൊ അച്ഛൻ പറഞ്ഞു രാത്രിയാകുമ്പോൾ 4 മക്കളെയും കൊണ്ടങ്ങ് മോളിക്കോളും. എല്ലാം ഒറ്റയ്ക്ക്, അത് സ്വന്തമായിട്ടങ്ങനെ അങ്ങനെ അധികാരം ബുദ്ധിമുട്ടിക്കണ്ട. അല്ല, നമ്മൾ എത്ര ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചാലും എല്ലാവരും ഇവരുടെയൊക്കെ സപ്പോർട്ടിലാണ്. എനിക്ക് പറ്റത്തില്ല. കൈകൾ എന്തായാലും വേണം. എല്ലാം ഓരോ ചെറിയ ഈ കുഞ്ഞ് ഇവള് ഞങ്ങള് വരുമ്പോഴത്തേക്കും ഇവള് 6 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാ ഒരു അമ്മ നോക്കുന്ന പോലെയൊക്കെയാണ് പുള്ളിക്കാരി നോക്കുന്നത്. ബോട്ടിൽ ഫീഡ് കൊടുക്കും, ഫാമിലി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ കൂടും. അങ്ങനെ ഭയങ്കര. ഇപ്പോഴാണെങ്കിലും വലിയേച്ചിയാ. ഇപ്പൊ പഠിപ്പിക്കാനൊക്കെ 4 പേരെ അവള് പറഞ്ഞ അവർ കേൾക്കുകയും ചെയ്യും. ഒരേ റുട്ടീനിൽ വരണമെങ്കിൽ 2 സ്ഥലത്ത് കിടന്നാൽ ശരിയല്ല. ഒരാൾക്ക് കഥ കേൾക്കണം, ഒരാൾക്ക് അവർ തമ്മി കളിച്ചോണ്ടിരിക്കും. പിന്നെ ഇടയ്ക്ക് ഇത്തിരി വരട്ടും അടിയൊക്കെ കൊടുത്താലേ അങ്ങനെ നടക്കും. വർക്കിംഗ് ആയിരുന്ന ഒരാളെ പെട്ടെന്ന് ഇപ്പൊ 4 മക്കളെ നോക്കി വീട്ടിലേക്ക് ഇങ്ങനെ ഒതുക്കുമ്പം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? അല്ല, വർക്കിംഗ് അത് വേറെ, ഒരു പ്രൊഫഷൻ വേറെ. പക്ഷെ ആ ഒരു പ്രൊഫഷൻ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആക്ച്വലി എനിക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും, അടുത്ത നിമിഷം എന്റെ സ്വഭാവം വേറെ ആയിരിക്കും. അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരുന്നു. പണ്ടത്തെ ഞാനല്ലായിരുന്നു. കാരണം ചെറിയ കാര്യത്തിനൊക്കെ അങ്ങ് ഇറിറ്റേറ്റഡ് ആവും, ക്ഷമയില്ല. പിന്നെ 4 പിള്ളേരും കൂടെ ആകുമ്പോഴത്തേക്കും പിന്നെ അതെ. അപ്പം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ എന്നെ പറഞ്ഞ് ഇത്, കാരണം ഹസ്ബൻഡ് കൂടെ ഉള്ളപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു സപ്പോർട്ട്. പിന്നെ പുള്ളി എന്നും വിളിക്കും, കാര്യങ്ങൾ സംസാരിക്കും. പിന്നെ എല്ലാവരും ഉണ്ട്, സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ പോകുന്നു.
ഇവര് 4 പേരും ഒരുമിച്ച് ജനിച്ചെങ്കിൽ ഇവര് 4 പേർക്ക് 4 ഇഷ്ടങ്ങളും സ്വഭാവങ്ങളൊക്കെയാണ്. പക്ഷെ ചിലർക്ക് എരിവുള്ള ഇഷ്ടമാ, ചിലർക്ക് പുളിയുള്ള ഇഷ്ടമാ. ഓരോ കുട്ടികളും യൂണീക്കാണെന്ന് പറയും. ഈ 4 മക്കളും ഒരുമിച്ച് കിട്ടിയ അമ്മ എന്താ പറയുന്നത്? 4 മക്കളും നമ്മുടെ കയ്യില് 5 വിരൽ കണക്ക് 4 പേരും 4 ക്യാരക്ടേഴ്സ് ആണ്. അപ്പം ഓരോരുത്തർക്ക് ചിലരും ഭയങ്കര ലവിങ് കെയറിങ് ആണ്, ചിലർ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, ചിലർ ഭയങ്കര ഒബ്സർവേഷനും കാര്യങ്ങള്, അങ്ങനത്തെ പല പല കഴിവുകളാണ് അവർ. ഒരാൾ ഒറ്റയ്ക്ക് മാറി ഇന്ന് കളിക്കും, ചിലർക്ക് കൂട്ടം കൂടി ഇന്ന് കളിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ബോബിക്ക് ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് ഇഷ്ടം. ബോബിക്ക് പാട്ട് കേൾക്കാനും സ്റ്റോറി ഒക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കാൻ നേരത്ത് കഥ പറയണമെന്ന് പറയും. അങ്ങനെ ഓരോരുത്തരും നമ്മള് 2 മക്കളെയും സൈഡിൽ കിടത്തി ഉറങ്ങുമ്പോൾ ദൈവമേ എന്റെ കൈ നിറച്ച് മക്കളാണല്ലോ എന്നുള്ളത് ഭയങ്കരമായ അത്രയും കൂടുതലുള്ള മക്കളുള്ളവർക്ക് മനസ്സിലാവും. അവർക്കൊരു ഫീൽ ചെയ്യില്ല. ശരിക്കും ഏത് മൊമെന്റിലാണ് അങ്ങനെ എന്റെ ദൈവമേ സന്തോഷം? അത് മിക്ക എല്ലാ ദിവസമാണ്, പ്രത്യേകിച്ച് ഇവര് ഉറങ്ങുന്ന സമയത്താണ് ആ ഡേയിലെ ഫുൾ കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുത്തിട്ട്, ഇപ്പൊ നമ്മൾ അവരോട് സ്നേഹിച്ച കാര്യമാണെങ്കിലും നമ്മള് വഴക്ക് പറയുന്ന ആ സമയത്തൊക്കെയാണ് നമ്മുടെ ഇമോഷൻസ് എല്ലാം അങ്ങ് വരുന്നത്. ആ സമയത്ത് നമ്മള് ഇവരുടെ ഒരു റുട്ടീൻ തന്നെ കിടക്കാൻ നേരത്ത് ഞാൻ അത് അവരുടെ റുട്ടീൻ ആക്കിയേക്കാൽ ഐ ലവ് യു അമ്മ എന്ന് പറഞ്ഞിട്ടേ കിടത്തത്തുള്ളൂ. അപ്പൊ ഞാൻ തുടക്കിട്ട് കൊടുക്കുമ്പോഴത്തേക്കും 1 by 1 ആയിട്ട് പറയും ഐ ലവ് യു അമ്മ, ഐ ലവ് യു അമ്മ, ഉമ്മ എന്ന് പറഞ്ഞിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. എന്നിട്ട് ഇത് കേൾക്കുമ്പോഴേ ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കും. അപ്പൊ അവര് ചോദിക്കും അമ്മ ഹാപ്പി ആയോ, അമ്മ ഹാപ്പി ആയോ. അതുകൂടെ കേൾക്കുമ്പോഴത്തേക്കും നമുക്കങ്ങ് മനസ്സ് നിറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നും, ദൈവം തന്ന അനുഗ്രഹത്തെ. കാരണം ഞങ്ങൾ 6 വർഷം പിള്ളേരില്ലാണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ദൈവം വാരിക്കോരി. എനിക്കൊരു തവണ അബോർഷൻ ആയിരുന്നു, അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇവരെ തന്നത്. അപ്പം അബോർഷനായ സമയത്ത് വേദനിച്ചെങ്കിലും അപ്പം ഒരു പോസിറ്റീവ്, ദൈവം എന്തോ വലിയതിനാണ് അങ്ങനത്തെ ഒരു ചെറിയൊരു ദുഃഖം തന്ന എന്ന് പറയാം. ഞാൻ അന്ന് വിചാരിച്ചത് ഇത്രയും വലിയ ഗിഫ്റ്റ് തരുമെന്ന് ഞങ്ങള് പ്രതീക്ഷിച്ചില്ല. അതൊക്കെ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന മക്കളായിട്ട് വളരണം, അതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ അല്ലാണ്ട് ഇവർ ഇന്ന പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല, നല്ല മനുഷ്യരായിട്ട് ജീവിക്കണം, അതാണ് വലിയ ആഗ്രഹം. അമ്മയ്ക്ക് ആര് ഹഗ്ഗി കിസ് തരും? ഹഗ്ഗി കിസ് ഇനി ബോബിക്കുട്ടി അമ്മയ്ക്ക് ഹഗ്ഗി കിസ് തരുമോ?